നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. വാടക അല്ലെങ്കിൽ ചാർജ്, അതിന് കിരായ എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. വാടകയ്ക്ക് എന്തോ കിരായ അല്ലെങ്കിൽ ചാർജ്, ബസ് ചാർജ് എന്നൊക്കെ പറയത്തില്ലേ, കിരായ. വാടകയ്ക്കെടുക്കൂ, കിരായേ പർ ലോ. വാടകയ്ക്കെടുക്കൂ എന്നുള്ളതിന് കിരായേ പർ ലോ. ലോ എന്ന് പറഞ്ഞാൽ എടുക്കൂ. കിരായേ പർ ലോ. ടാക്സി വാടകയ്ക്കെടുക്കൂ, ടാക്സി കിരായേ പർ ലോ. വാടകയ്ക്കെടുക്കൂ എന്നുള്ളതിന് കിരായേ പർ ലോ. അപ്പോൾ ടാക്സി വാടകയ്ക്കെടുക്കൂ എന്ന് പറയുമ്പം ടാക്സി കിരായേ പർ ലോ. ടാക്സി കിരായേ പർ ലോ. ഇനി വീട് വാടകയ്ക്കെടുക്കൂ, വീടെന്നുള്ളതിന് ഘർ. ഘർ വാടകയ്ക്കെടുക്കൂ, കിരായേ പർ ലോ. ഘർ കിരായേ പർ ലോ. വീട് വാടകയ്ക്കെടുക്കൂ, ഘർ കിരായേ പർ ലോ. അടുത്തത് പാത്രം വാടകയ്ക്കെടുക്കൂ. നമ്മൾ കാറ്ററിംഗുകാരൊക്കെ പാത്രം, വലിയ വലിയ പാത്രങ്ങളൊക്കെ വാടകയ്ക്കെടുക്കും അല്ലേ? അതെങ്ങനെ പറയും? പാത്രം എന്നുള്ളതിന് ബർത്തൻ. പാത്രം എന്നുള്ളതിന് ബർത്തൻ. ബർത്തൻ കിരായേ പർ ലോ. ബർത്തൻ കിരായേ പർ ലോ. വീടിൻ്റെ വാടക എത്രയാണ്? വീടിൻ്റെ എന്നുള്ളതിന് ഘർക്ക, വാടക കിരായ. ഘർക്ക കിരായ കിത്തനാ ഹേ. കിത്തനാ ഹേ എന്ന് ചോദിച്ചാൽ എത്രയാണ്. വീടിൻ്റെ വാടക എത്രയാണ്? ഘർക്ക കിരായ കിത്തനാ ഹേ. ഘർക്ക കിരായ കിത്തനാ ഹേ. സ്വന്തം, തന്നെ അല്ലെങ്കിൽ തനിയെ, ഇതിന് അപ്പന എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഹിന്ദിയിൽ. അപ്പന. സംസാര ഭാഷയിൽ നമ്മളിപ്പോൾ ഒരാളോട് പറയുക സംസാരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മൂക്ക് വൃത്തിയാക്കൂ അല്ലെങ്കിൽ സ്വന്തം മൂക്ക് വൃത്തിയാക്കൂ. ഈ രണ്ട് പറഞ്ഞാലും നിങ്ങളുടെ മൂക്ക് വൃത്തിയാക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നോർമലി നമ്മൾ സംസാര ഭാഷയിൽ അപ്നി നാക്ക് സാഫ് കറോ എന്നങ്ങ് പറയും. അപ്പനി നാക്ക് സാഫ് കറോ. അപ്പനി നാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂക്ക്. സാഫ് കറോ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കൂ. അപ്പനി നാക്ക് സാഫ് കറോ. ഒരാളോട് നമ്മൾ പറയുക, വായ നന്നായിട്ട് തുറക്കൂ, വായ മുഴുവൻ തുറക്കൂ. അതെങ്ങനെ പറയും? അപ്പന മൂ പൂരാ ഖോലേ. അപ്പന മൂ നിങ്ങളുടെ വായ അല്ലെങ്കിൽ സ്വന്തം വായ മുഴുവൻ തുറക്കൂ. പൂര എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഖോലേ തുറക്കൂ. അപ്പന മു പൂര ഖോലേ. അപ്പന മുഹ് പൂര ഖോലേ. സ്വന്തം കുട്ടികളെ പഠിപ്പിക്കൂ. അപ്പനെ ബച്ചോങ്കോ പഠാവോ. ബച്ചോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അപ്പനെ ബച്ചോ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെ പഠിപ്പിക്കൂ. പഠാവോ. അപ്പനെ ബച്ചോങ്കോ പഠാവോ. അപ്പനെ ബച്ചോങ്കോ പഠാവോ. സ്വന്തം വീട്. അപ്പന മക്കാൻ അല്ലെങ്കിൽ അപ്ന ഘർ, രണ്ടും പറയാം. അപ്പന മക്കാൻ അല്ലെങ്കിൽ അപ്ന ഘർ. ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ? ഇതെന്നുള്ളതിന് എഹ്, നിങ്ങളുടെ. ആപ്ക എഹ് ആപ്ക അപ്പന ഘർ ഹേ ക്യാ. നിങ്ങളുടെ സ്വന്തം വീടാണോ? ഹേ ക്യാ ആണോന്ന്. എഹ് ആപ്ക അപ്പന ഘർ ഹേ ക്യാ. ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ? എഹ് ആപ്ക അപ്പന ഘർ ഹേ ക്യാ. സ്വന്തം കാര്യം അല്ലെങ്കിൽ ജോലി. സ്വന്തം കാര്യം എന്നുള്ളതിന് അപ്പന കാം അല്ലെങ്കിൽ സ്വന്തം ജോലി അപ്പന കാം. രണ്ടിനും അപ്പന കാമാണ് ഉപയോഗിക്കുന്നത്. സ്വന്തം ജോലി നോക്കൂ. അപ്പന കാം കറോ. ഇനി സബ് ലോഗ് അപ്പന അപ്പന കാം കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അപ്പന അപ്പന അവരവരുടെ ജോലി നോക്കൂ. സബ് ലോഗ് അപ്പന അപ്പന കാം കറോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ജോലി നോക്കൂ. സബ് ലോഗ് അപ്പന അപ്പന കാം കറോ. സ്വന്തം ശരീരം. അപ്പന ശരീർ. ശരീരം എന്നുള്ളതിന് ശരീർ. അപ്പന ശരീർ. സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കൂ അല്ലെ, സ്വന്തം ശരീരം നോക്കൂ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പന ശരീർ കാ ധ്യാൻ രഖോ. അപ്പന ശരീർ കാ ധ്യാൻ രഖോ. ധ്യാൻ രഖോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. അപ്പന ശരീർ കാ ധ്യാൻ രഖോ. ധ്യാൻ രഖോ. സ്വന്തം കാലിൽ നിൽക്കൂ. നമ്മളങ്ങനെ ഒരു ഇത് പറയത്തില്ലേ, സ്വന്തം കാലിൽ നിൽക്കൂ. അപ്പനെ പൈരോംബർ ഖടേ രഹോ. അപ്പനെ പൈരോംബർ എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ. ഖടേ രഹോ നിൽക്കൂ. അപ്പനെ പൈരോംബർ ഖടേ രഹോ. സ്വന്തം കാലിൽ നിൽക്കൂ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പനെ പൈരോംബർ ഖടേ രഹോ. സ്വന്തം കാലിൽ നിൽക്കൂ. സ്വന്തമായി അല്ലെങ്കിൽ തനിയെ, അതിനുള്ള വാക്കാണ് അപ്പനെ ആപ്പ്. അപ്പനെ ആപ്പ്. ഒരു കാര്യം സ്വന്തമായി ചെയ്യൂ അല്ലെങ്കിൽ തനിയെ ചെയ്യൂ. അതെങ്ങനെ പറയും? അപ്പനെ ആപ്പ് കരോ ചെയ്യൂ. അപ്പനെ ആപ്പ് കരോ തനിയെ ചെയ്യൂ.
കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. അപ്പനെ ആപ് പഠോ എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കൂ. അപ്പനെ ആപ് പഠോ, പഠോ എന്ന് പറഞ്ഞാൽ പഠിക്കൂ. അപ്പനെ ആപ് പഠോ, തന്നെ പഠിക്കൂ. അപ്പനെ ആപ് ആവോ, തനിയെ വരൂ, സ്വന്തമായി വരൂ അല്ലെങ്കിൽ തനിയെ വരൂ. അപ്പനെ ആപ് ആവോ. സ്വന്തമായി കളിക്കൂ അല്ലെങ്കിൽ തനിയെ കളിക്കൂ. അപ്പനെ ആപ് ഖേലോ, ഖേലോ എന്ന് പറഞ്ഞാൽ കളിക്കൂ. അപ്പനെ ആപ് ഖേലോ, അപ്പനെ ആപ് ഖേലോ. തന്നെ ഉണ്ടാക്കി കഴിക്കൂ, ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറയുക. അപ്പനെ ആപ് ബനാക്കർ ഖാവോ, ബനാക്കർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. കഴിക്കൂ, ബനാക്കർ ഖാവോ. അപ്പനെ ആപ് ബനാക്കർ ഖാവോ, തനിയെ ഉണ്ടാക്കി കഴിക്കൂ. ഇതെല്ലാം വീണ്ടും വീണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും വീണ്ടും വീഡിയോ കേൾക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് വായിൽ വരും. ഇതൊക്കെ നമ്മൾ സാധാരണ ഡെയിലി പറയുന്ന കാര്യങ്ങളാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സസുകളൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്പർ വൈസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി പഠിക്കുക. അപ്പം നമുക്ക് മൊത്തത്തിൽ സംസാരിക്കാൻ വളരെ പ്രയോജനപ്പെടും. അടുത്ത ക്ലാസ്സുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്